നികേഷ് കുമാർ വലിയ പാരമ്പര്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കേണ്ടതെന്ന് ഉത്തമ ബോധ്യമുള്ള ആളാണ്, അതിലൊരു എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് അപ്പോൾ ഒരു ജനാധിപത്യ രീതിയിൽ മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന നേതൃത്വത്തിലെ പരാജയമോ അല്ലെങ്കിൽ അതിലെ അപാകതകളുമാണോ ഈ ടീം വിട്ട മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്? അതാണോ അവരുടെ ഒരു പ്രധാന പ്രശ്നം? ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ റെജി ലൂക്കോസ്, ഇതിപ്പോൾ താങ്കളുടെ തട്ടകത്തെ കാര്യമല്ല, താങ്കളുടെ പഴയ തട്ടകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ റെജി ലൂക്കോസ്, നികേഷ് കുമാറിന്റെ സമൂഹ മാധ്യമ ഇടപെടലുകളിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി എന്ന വിവരം വരുന്നു. മാത്രമല്ല, മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ സംഘമാണ് അവരുണ്ടായിരുന്നത്. അതിൽ ഏതാനും പേർ ആ ടീം വിടുകയും ചെയ്തിരിക്കുന്നു. ഏകപക്ഷീയമായ നിലപാട് നികേഷ് സ്വീകരിക്കുന്നു എന്നാണ് അവരുടെ വിമർശനം. സൈബർ ഇടങ്ങളിൽ CPM-ന്റെ സാന്നിധ്യവും CPM ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളൊക്കെ അത്ര കുറഞ്ഞു പോകുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കളും സൈബർ ഇടത്തിൽ സജീവമായി നിൽക്കുന്നയാളാണല്ലോ. ഗോപികൃഷ്ണൻ, ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എക്സാക്ട് വിഷയം എന്ന് പറയുന്നത്, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കും. ആ കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാവും. ആ ഒരു ഗതികളിലാണ് ഇപ്പം CPM-ന്റെ സൈബർ വിങ്. ഇപ്പം MP നികേഷ് കുമാർ ഞാൻ വളരെ ബഹുമാനിക്കുന്നു, എനിക്ക് വളരെ അടുത്ത സ്നേഹമെന്നുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന് ആപ്റ്റല്ല എന്ന് മനസ്സിലാവും. കാരണം ഗോപികൃഷ്ണൻ ഓർക്കുന്നുണ്ടാവും, 2016 അദ്ദേഹം കേരള നിയമസഭയിലേക്ക് അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു കിണറ്റിലിറങ്ങി ഒരു നാടകം കളിച്ചു. വാസ്തവത്തിൽ കേരളം ഇത്രയധികം ട്രോളിയാണ്, ഇത്രയധികം പരിഹാസത്തോട് കണ്ട ഒരു നാടകം, ഒരു രാഷ്ട്രീയ ഗിമ്മിക്സ് നമ്മുടെ മുമ്പിലില്ല. അദ്ദേഹം അതിന്റെ പേരിൽ ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വിചാരണ നേരിട്ടു. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു. തന്നെയല്ല, താനിനി നിയമസഭയിലേക്ക്, താനിനി മാധ്യമപ്രവർത്തനത്തിലേക്ക് രംഗത്തേക്ക് മടങ്ങി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചത്. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നു, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ നോക്കി, ഞാൻ 2 ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, അമ്പൂരിൽ ഒരു പാലം ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പാലം ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ CPM-ന്റെ ഒരു യുവതി അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഒരു സെൽഫിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ മാറി നിൽക്കൂ എന്ന് അദ്ദേഹം വളരെ വളരെ ധാർഷ്ട്യത്തോടുകൂടി സംസാരിച്ചു. അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട്, അങ്ങനെ പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള CPM സൈബർ വിങ്ങിൽ നിന്നും വന്ന വിഷ്വൽസും നാടകങ്ങളും പരിഹാസ്യമായി. കാരണം എല്ലാ മാധ്യമങ്ങളും 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കുമ്പോൾ ആ ശബ്ദം വളരെ ക്ലിയർ ആയിട്ട് കേരളത്തിലെ പൊതുസമൂഹം കേട്ടപ്പോൾ അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറഞ്ഞത് വളരെ നാണക്കേടായി. രണ്ടാമത്തെ ഏറ്റവും അതിലും വലിയ പരിഹാസ്യമായ സംഭവമാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിനെ പോലും വൃദ്ധജനങ്ങളെ പോലും ആക്ഷേപിക്കുന്ന രീതിയിൽ ബാലുശ്ശേരിക്ക് സമീപത്തുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു 85-ലേറെ പ്രായമുള്ള ഒരു വൃദ്ധനെ 2000 രൂപ കയ്യിൽ കൊടുത്തുകൊണ്ട് തനിക്ക് ഇത് UDF സർക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ല എന്നും പറഞ്ഞ് ബഹുമാനപ്പെട്ട MP ഗോവിന്ദൻ മാസ്റ്ററെ ജാഥയിൽ വേദിയിൽ കയറ്റി അദ്ദേഹത്തിന് മുമ്പിൽ നടത്തിയ നാടകം, ആ വൃദ്ധൻ തന്നെ ആ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്നെ നേതാക്കന്മാരൊന്നും നിർബന്ധിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷ്വൽസ്, അതിന്റെ വസ്തുതകൾ കേരളം തിരിച്ചറിഞ്ഞപ്പോൾ അവിടെ എല്ലാം ഈ CPM-ന്റെ സൈബർ വിങ്ങിൽ നിന്നുള്ള ഓപ്പറേഷനാണ് ഇതെല്ലാം നടത്തിയെന്നുള്ളത് വളരെ വ്യക്തമായി. അങ്ങനെ അടിമുടി പരാജയമാണ്. അതിൽ നിരാശപ്പെട്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ, ദേശാഭിമാനിയുടെ തന്നെ എഡിറ്ററായിട്ടിരുന്ന വ്യക്തി മുതൽ മോഹൻചാട്ട് മുതൽ മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഈ സൈബർ വിങ്ങിൽ നിന്നും രാജിവെക്കുകയും അല്ലെങ്കിൽ മാറി നിൽക്കുകയും ആ അതൃപ്തി ഈ സൈബർ വിങ്ങിന്റെ ഭാഗത്തു നിന്ന് വരുന്ന തനിക്ക് പോലും അപമാനകരമായിട്ടുള്ള തന്റെ വ്യക്തിത്വത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇതിൽ നിന്ന് വരുന്നതിൽ നിന്നുള്ള പരിഭവമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗോപികൃഷ്ണൻ നടത്തിയാലും നമ്മൾ ഇന്നത്തെ ദൃശ്യമാധ്യമ രംഗത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ രംഗത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തുന്ന നാടകങ്ങൾ അതല്ല ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിനയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നേതാക്കന്മാരെ അവതരിപ്പിച്ച് നടത്തുന്ന ഇത് പരിഹാസ്യമായിരിക്കുന്നത്, സത്യസന്ധതയുടെ ഒരു അംശം പോലും ഇല്ലാതെ കണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട R. ശ്രീകണ്ഠൻ നായർ സാർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുമ്പോൾ, മാധ്യമത്തോടാണെന്ന് എനിക്ക് സംശയം, അദ്ദേഹം തന്നെ പറഞ്ഞെന്താ, മാധ്യമപ്രവർത്തനത്തിൽ ഒരു സത്യസന്ധത വേണം. സത്യസന്ധതയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത് പിടിക്കും. ജനങ്ങളുടെ കയ്യിൽ ആ സത്യങ്ങൾ എത്താനുള്ള എല്ലാ സാധ്യതകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുന്ന കാലത്ത് മാധ്യമപ്രവർത്തനത്തിന്റെ ഗിമ്മിക്സുകൾക്ക് ഇനി വിലയില്ല എന്ന് പറഞ്ഞത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യം. അതായത് ശ്രീ റെജി ലൂക്കോസ്, ചുരുക്കത്തിൽ താങ്കൾ പറയുന്നത് നികേഷിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനവും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രേഖപ്പെടുത്തിയ അതൃപ്തിയിലൊന്നും അത്ഭുതപ്പെടാനില്ല എന്നാണോ?
100% അത് തന്നെയാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല കരുതുക. തന്നെയല്ല, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ക്രിയാത്മകമായ രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇല്ലാത്തതിന്റെ ഗതികേട് കൊണ്ടാണല്ലോ ഈ ഗിമ്മിക്സുമായിട്ട് ഈ നാടകങ്ങളുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത് അടിമുടി പാളിയിരിക്കുന്നു. ആ അടിമുടി പാളി തന്നെ പരിഹാസമായിരിക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഒരു വസ്തുതപരമായിട്ട് ഒന്നും ഇല്ലാതെ വരുമ്പോൾ പറ്റുന്ന പാളിച്ചകളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പരിഭവത്തിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അടിമുടി, അതായത് A-Z CPM സൈബർ വിങ്ങും അവരുടെ മാധ്യമങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസമായി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം സത്യസന്ധമായിട്ടൊന്നും അവതരിപ്പിക്കാൻ പറ്റാത്തതിന്റെ ഗതികേട് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ റിജി ലൂക്കോസ്, താങ്കൾ പ്രതികരിച്ചതിന്. BJP വക്താവ് ശ്രീ റിജി ലൂക്കോസ് ആണ് നമ്മളോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.